എനിക്ക് ഏറെ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വായനാരാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ ഇടവേള വന്നുപോയി, ക്ഷമിക്കുക. വായിക്കാൻ സമയം കിട്ടാത്തവർക്ക് വേണ്ടി നല്ല നല്ല കഥകൾ വായിക്കുക എന്നുള്ളതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ അപ്രതീക്ഷിതം. എഴുതിയത് ശ്രീമതി ഇന്ദിരാകൃഷ്ണൻ ആണ്. ശബ്ദം ഷീല ഷെല്ലസ്. അപ്രതീക്ഷിതം. ഭദ്ര ഗേറ്റ് തുറന്ന് സ്കൂട്ടർ അകത്ത് കയറ്റി ഗേറ്റ് മലർക്കെ തുറന്നിട്ടു. ഭദ്ര എന്തായെന്ന് നേരത്തെ എന്ന് ചിന്തിച്ചിരിക്കെ ഒരു കാറ് മുറ്റത്തേക്ക് കയറി. ഫ്രണ്ട് ഡോർ തുറന്ന് അല്പം പ്രായമുള്ള ഒരു സ്ത്രീ ഇറങ്ങി. നല്ല മുഖപരിചയം, കസവും മുണ്ടും വേഷ്ടിയും വേഷം. മുത്തശ്ശിയമ്മ ഇങ്ങനെയൊരു വേഷത്തിൽ? എന്താ നോക്കണേ? എന്നെ മനസ്സിലായില്ല അല്ലേ? എങ്ങനെ മനസ്സിലാവാനാ? 61 കൊല്ലം മുമ്പ് കണ്ടതല്ലേ? അവർ ഉമ്മറത്തേക്ക് കയറി. ദേവു കെട്ടിപ്പിടിച്ചു. 6 മാസം എൻ്റെ പാല് കുടിച്ചതല്ലേ? എന്നെ ഒന്ന് അന്വേഷിക്കാൻ നിനക്ക് തോന്നിയില്ല. അമ്മിഞ്ഞ തന്ന അമ്മയും ഓർത്തില്ല. നിന്നെ കാണാതെ കണ്ണീരുമായി ഒരു തള്ള ഇരിപ്പുണ്ട്. അത് നീ ഇതുവരെ ഓർത്തില്ലല്ലോ ദീപു. മതി, കയറിയിരുന്ന് ശ്വാസം വിട്ട് മെല്ലെ മെല്ലെ വയസ്സായി നമുക്ക്. ദേവുവിനെ പിടിച്ച സീറ്റിലിരുത്തി അടുത്തിരുന്നു. കാറ് കയറ്റിയിട്ട് കയറി വന്ന ചെറുപ്പക്കാരൻ ചിരിക്കാൻ തുടങ്ങി. ഭദ്രയും ഒപ്പം കൂടി. തെറ്റാണ് ഞാൻ ചെയ്തത്. 14 വയസ്സിൽ ഉണ്ണിത്തിരുമഠത്തിൻ്റെ ചവിട്ടുകല്ലിറങ്ങുമ്പോൾ എല്ലാ ബന്ധങ്ങളും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു. അത്രയ്ക്ക് വെറുപ്പും സങ്കടവും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നിന്നെ തൃശ്ശൂർക്ക് കൊണ്ടുപോയിക്കോളാം, കോളേജിൽ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നതല്ലേ? അമ്മ അങ്ങനെ പറഞ്ഞാലും വയ്യാത്ത രാമപ്പനെ ആശ്രയിച്ച് നിങ്ങൾ 4 പേർ, അതിനിടയ്ക്ക് ഞാൻ കൂടിയായാൽ അമ്മയ്ക്കത് പ്രാരാബ്ധമാവില്ലേ? നിങ്ങളുടെ ആ ലൈൻമുറി വീട് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ശ്വാസം മുട്ടും പോലെ തോന്നിയിരുന്നു. നീ എൻ്റെ അമ്മയെ ഓർക്കാറുണ്ടോ? എന്നും രാത്രി കിടക്കുമ്പോഴോർക്കും. മുത്തശ്ശിയമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒപ്പം ഓർക്കും. നിൻ്റെ അമ്മയായിരുന്നില്ലേ എൻ്റെ അമ്മ. അമ്മ ഒരു ദിവസം പോലും നിന്നെപ്പറ്റി പറയാത്തതില്ല. എൻ്റെ കുട്ടി എവിടെയാണാവോ എന്ന് സങ്കടപ്പെടും. നീ സ്ഥലം അമ്പലത്തിന് എഴുതി കൊടുത്ത കാര്യം കുറേ കഴിഞ്ഞാണ് അറിഞ്ഞത്. അപ്പോൾ സമാധാനമായി. നിനക്ക് ജീവിക്കാൻ എന്തെങ്കിലും മാർഗമായി ഉണ്ടാവും. അതുകൊണ്ടല്ലേ സ്ഥലം ദാനം ചെയ്തതെന്ന്. എന്നാലും അമ്മയുടെ മനസ്സിൽ സ്വന്തം മക്കളെക്കാളേറെ നീയായിരുന്നു. അമ്മ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? നിന്നെ കണ്ടേ മരിക്കുന്ന വാശിയില്ല. 96 പിറന്നാൾ കഴിഞ്ഞു. പ്രത്യേകിച്ച് ദണ്ണങ്ങളൊന്നുമില്ല. എല്ലാ കാര്യവും തന്നെ ചെയ്യും. ഓർമ്മക്കുറവില്ല. ഭാഗ്യം. ഭദ്ര ചായയും പലഹാരവുമായി വന്നു. ഏടത്തി എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നോ ഒന്ന് അന്വേഷിക്കാൻ നിങ്ങളെയെങ്കിലും. 14 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഞാൻ അനാഥനായിരുന്നു. ഇപ്പോൾ എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മതി എന്നൊറ്റ വാദം. ഭദ്ര. ദേവ് ഇപ്പോൾ എവിടെയാണ് താമസം? നമ്മുടെ പഴയ തറവാട്ടിൽ. 5 കൊല്ലമായി ഇയാളത് വാങ്ങി പുതുക്കി കേടുപാടൊക്കെ തീർത്തു. വലിയ തകരാറൊന്നും കെട്ടിടത്തിന് വന്നിട്ടില്ല. അമ്മമ്മയുടെ ആഗ്രഹം നടത്തി കൊടുത്തതാ കൊച്ചുമോൻ. ആരുമില്ല, ഞാനും അമ്മയും മാത്രം. ഇയാൾ ഗൾഫിൽ, 2ാമത്തെ ആൾ സ്റ്റേറ്റ്സിൽ. 4 കൊല്ലമായി നിന്നെ തേടി നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ നന്ദികേട് കാണിച്ചു അല്ലേ? എന്താ സംശയം? ഭദ്ര. ദേവുവിൻ്റെ ഭർത്താവ് 4 കൊല്ലം മുമ്പ് പോയി. നീ അറിയും വെങ്കിയെ, ഓർമ്മയുണ്ടോ? തൊട്ടുമുറിയിൽ താമസിച്ചിരുന്ന. ഉണിത്തിരിമഠത്തിലെ പാരമ്പര്യം നിലനിർത്തി പൂണൂൽക്കാരനെ തന്നെ കിട്ടിയില്ലേ? പട്ടരായാലും. പട്ടരുടെ വണ്ടി ഓട്ടണ നമ്പൂരിയുടെ മോളെ പട്ടര് കെട്ടി. പ്രേമിച്ച് കല്യാണം കഴിച്ചതാണേ. ചായ കുടിക്കുക എടുത്തി. ദേവുവിൻ്റെ മകൻ ചായ കുടിച്ച് എഴുന്നേറ്റു. അമ്മ ഇവിടെ നിന്നോളൂ. നാളെ ഇവരെയും കൂട്ടി അങ്ങോട്ട് വന്നാൽ മതി. അതെങ്ങനെ? ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ ഞങ്ങളും കൂടിയുണ്ട്. ഭദ്ര. ഞാൻ ഇറങ്ങട്ടെ അമ്മാമ്മ. ഇരുട്ടത്ത് വണ്ടി ഓടിക്കാൻ മടിയാ. ശരി, നാളെ ഞങ്ങളങ്ങ് എത്തിയേക്കാം. 4 വർഷമായി നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ അലയാൻ തുടങ്ങിയിട്ട്. അവസാനം ഇന്നാണ് തുമ്പ് കിട്ടിയത്. അമ്മ മരിക്കും മുമ്പ് നിന്നെ മുമ്പിൽ ഹാജരാക്കണമെന്ന് എൻ്റെ മോഹമായിരുന്നു. എനിക്കറിയാം കുറേയൊക്കെ നീ നമ്മുടെ മഠത്തിൽ അനുഭവിച്ച കഷ്ടം. ഒരു നിലയ്ക്ക് നിന്നെ കുറ്റപ്പെടുത്തിക്കൂടാ. മുത്തശ്ശിയമ്മ അമ്മയോടെല്ലാം പറയാറുണ്ട്.
മുത്തശ്ശിയമ്മ മരിച്ച നിന്നെ സംരക്ഷിക്കണമെന്നും അമ്മയെ ഏൽപ്പിച്ചിരുന്നു. അത്ര പെട്ടെന്ന് നീ സ്ഥലം വിടുമെന്ന് അമ്മ ഓർത്തേയില്ല. മുത്തശ്ശിയമ്മ കത്തിയെരിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു. പോരാത്തതിന് തമ്പാട്ടിയുടെ തറവാട് വിൽക്കാനുള്ള തീരുമാനം കൂടി കേട്ടപ്പോൾ മരിച്ചു കളഞ്ഞാലോ എന്നായിരുന്നു മനസ്സിൽ. അമ്പലത്തിലെ എമ്പ്രാന്തിരിയാണ് എൻ്റെ ആകെയുള്ള കൂട്ട്. അദ്ദേഹമാണ് ഒരു കൂട്ടുകാരൻ പ്രവൃത്തിയെടുക്കുന്ന അമ്പലത്തിൽ കഴകം തരപ്പെടുത്തിയത്. നമ്മുടെ ഉണ്ണിത്തിരുന്ന സ്ഥാനം ഒരു അമ്പലവാസിയാണെന്ന് മറ്റുള്ളവരും ധരിച്ചു. സർട്ടിഫിക്കറ്റൊന്നും ആരും നോക്കില്ലല്ലോ. ഉണ്ണിത്തിരി കുട്ടിയെന്ന് എമ്പ്രാൻ വിളിക്കണ കേട്ട് അവിടുത്തുകാരും എന്നെ അങ്ങനെ വിളിച്ചു. എന്നാലും എൻ്റെ ദീപു, നിനക്ക് എന്നെ മറക്കാൻ കഴിഞ്ഞല്ലോ. മറന്നതല്ല ദേവു, ആദ്യം നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓട്ടം, പിന്നെ ആരെങ്കിലും ആവണമെന്ന വാശി. ഭദ്രജീവിതത്തിൽ വന്നപ്പോൾ ആ സ്നേഹത്തിലും സന്തോഷത്തിലും മുങ്ങി. എന്നാലും അമ്മയെയും നിന്നെയും ഓർക്കാറുണ്ട്. എനിക്ക് വേറെ ആരും സ്വന്തമായി ഉണ്ടായിരുന്നില്ലല്ലോ. നിന്നെ കണ്ടാൽ എൻ്റെ അത്ര പ്രായം തോന്നില്ല. ദേവുവിൻ്റെ കയ്യിലെടുത്തു. നിന്നെ കണ്ടാലും തോന്നില്ല 75 വയസ്സൊന്നും. നീ സുന്ദരനായിരിക്കുന്നു ദേവു. പരമേശ്വരൻ നമ്പൂതിരിയുടെ സൗന്ദര്യം മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. മുച്ചിറിയെന്ന് എത്ര പരിഹാസം കേട്ടിരുന്നു. മഠത്തിലെ വല്യമ്മമാരും മക്കളും സ്കൂളിലെ ക്ലാസ്മേറ്റ്സും എന്നോളം പരിഹാസം കേട്ടവരുണ്ടാവുമോ ദേവു? നിന്നെ മുത്തശ്ശിമ ഉപദേശിച്ചിട്ടില്ലേ, മനുഷ്യജന്മാവുമ്പോൾ പല സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവും. സങ്കടം കൊണ്ട് മനസ്സിടിയരുത്, സന്തോഷം കൊണ്ട് അഹങ്കരിക്കില്ലേന്ന്. എൻ്റെ അമ്മയും എപ്പോഴും ആവർത്തിക്കണതാ. എൻ്റെ അമ്മ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളോടും എനിക്കത് മാത്രമാണ് പറയാനുള്ളതെന്ന്. ഒരു ദിവസം ഞാൻ മരിക്കണമെന്ന് വിചാരിച്ചതാ. വല്യമ്മ കണ്ടമാനം ശകാരിച്ചു. തള്ളയുടെ കാലനായി വന്നവനല്ലേ, കുലം മുടിപ്പിക്കാൻ ജനിച്ച മുച്ചിറിയൻ എന്നൊക്കെ പറഞ്ഞ്. മുത്തശ്ശിയമ്മയോട് പറയേണ്ടേ ഒന്നും ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. മുത്തശ്ശിയമ്മയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ജീവിക്കേണ്ട, ശിവനുണ്ണി ആക്കിയതിന്ന് ഞാൻ മരിക്കാൻ പോവാണെന്ന്. അന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എന്നെക്കൊണ്ട് നെറുകയിൽ കൈവച്ച് സത്യം ചെയ്യിച്ചു, ഇനി അങ്ങനെ ചിന്തിക്കില്ല എന്ന്. അമ്മ മരിച്ചപ്പോൾ മുത്തശ്ശിയമ്മ അനുഭവിച്ചത്ര ദുഃഖമില്ലല്ലോ എനിക്കെന്ന്. മഹാപാപിന്ന് എത്ര ആൾ മുത്തശ്ശിയമ്മയെ വിളിച്ചു അത്രേ. ശരിയാ ദീപു, കുറേ പേര് മുത്തശ്ശിയമ്മയെ വിഷമിപ്പിച്ചു. നിന്നെ വളർത്താൻ പെട്ട പാടോ. ഒരു വയസ്സുവരെ അമ്മ നിന്നെയും എന്നെയും അപ്പുറവും ഇപ്പുറവും കിടത്തിയാണ് വളർത്തിയത്. അമ്മയ്ക്ക് നിന്നെ തൃശ്ശൂർക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. മുത്തശ്ശിയമ്മ സമ്മതിച്ചില്ല. നീയില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്രേ. പിന്നെ നിനക്ക് 4 വയസ്സായപ്പോൾ നിൻ്റെ ചുണ്ട് സർജറി ചെയ്യാനാണ് അമ്മയുടെ കൂടെ വിട്ടത്. പൂരകാലത്താണ് ഞാൻ നിങ്ങളുടെ തൃശ്ശൂർക്ക് വരാറ്. പൂരവും എക്സിബിഷനും ഒന്നും എന്നെ ആകർഷിച്ചിട്ടില്ല. നിന്നെ അമ്മയും കാണാനുള്ള കൊതി. ഏട്ടന്മാരെന്നെ ഒട്ടും വിഷമിപ്പിക്കാറില്ല. അവർ വലിയ കുട്ടികളാണ്. എനിക്കൊരകൽച്ച തോന്നിയിരുന്നു. പിന്നെ നിൻ്റെ കൂട്ട് തന്നെ ധാരാളം, എന്നെപ്പോലെ ഒരൊറ്റയാന്. പോട്ടെ, വേറൊരു ചോദ്യം ചോദിക്കട്ടെ. നീ എങ്ങനെ ഈ സുന്ദരി കുട്ടിയെ അടിച്ചെടുത്തു? നിന്നെക്കാളും 20 വയസ്സെങ്കിലും വ്യത്യാസം കാണുമല്ലോ. ഭദ്ര കുലുങ്ങിച്ചിരിച്ചു. ഞാനാ ഇടത്തി ഇദ്ദേഹത്തിനെ അടിച്ചെടുത്തത്. എന്നെ കിട്ടുമോയെന്ന് ഒറ്റ ചോദ്യ. തല ഊരാൻ കുറേ നോക്കി, ഞാൻ വിട്ടില്ല. ദീപു സാറിന് ഒരു 65 വയസ്സ് പറയുമോ ആരെങ്കിലും? എനിക്ക് 55 പറഞ്ഞാലും ആരും സമ്മതിക്കില്ല. അപ്പടി നരച്ചു. വയസ്സ് വ്യത്യാസം എവിടെ പോയി? കണ്ടാ സുന്ദരൻ, മിടുക്കൻ, സൽസ്വഭാവി. ഇങ്ങനെ ഒരാളെ ഏത് പെണ്ണാ കൊതിക്കാതിരിക്കുക? ഭദ്ര: ഞാൻ ഇയാളോട് മുടിയൊന്ന് കറുപ്പിക്കാൻ പറയാറുണ്ട്, അനുസരിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല, നരച്ചാലും സുന്ദരി തന്നെ. മുഴുവൻ വിശേഷങ്ങൾ കേട്ടില്ല. ദേവു ഏട്ടന്മാരൊക്കെ എവിടെ? 2 ആളും തൃശ്ശൂർ തന്നെ. വല്യപ്പ രാമഭദ്രൻ ഇൻകം ടാക്സ് കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്തു. 2 ആൺമക്കൾ അമേരിക്കയിൽ. ഏടത്തിയമ്മയും ഇൻകം ടാക്സിലായിരുന്നു. അവർ ബോംബെയിലായിരുന്നു. റിട്ടയർ ചെയ്തപ്പോൾ തൃശ്ശൂർ വന്ന് സെറ്റിൽ ചെയ്തു. കുഞ്ഞൂപ്പ ബാലഭദ്രൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സീനിയർ ഒഫീഷ്യലായിരുന്നു. അവരുടെ മകൾ ദുബായിലും മകൻ സിംഗപ്പൂരും. റിട്ടയർ ചെയ്തപ്പോൾ പൂങ്കുന്നത്ത് സ്ഥലം വാങ്ങി താമസമാക്കി. എനിക്കുണ്ട് തൃശ്ശൂർ വീട്. തറവാട് വാങ്ങിയപ്പോൾ പൂട്ടിയിട്ടതാ. നമ്മുടെ തറവാട് ഭാഗം വെച്ചപ്പോൾ അമ്മ സ്ഥലം മതിയെന്ന് പറഞ്ഞാലും എല്ലാവരും കൂടി വിറ്റ് ഒരുമിച്ച് ആ കിട്ടിയ കാശിന് തൃശ്ശൂർ സ്ഥലം വാങ്ങി. വീട് വെച്ച് മാറും മുമ്പ് അച്ഛൻ പോയി. വാടക സ്ഥലത്തെ താമസം അച്ഛന് വലിയ സങ്കടമായിരുന്നു. കുറച്ച് കാശ് വീട് വെക്കാൻ കരുതി. ബാക്കിയുള്ളതിനെ സ്ഥലം വാങ്ങിയുള്ളൂ. തറപ്പണി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പോയി.
ബസ് ഷെഡിലിട്ട് ഇറങ്ങും മുമ്പ് സീറ്റിലിരുന്ന് കഴിഞ്ഞു. കണ്ടക്ടറുടെ ബഹളം കേട്ട് ആൾക്കാർ ഓടി വന്നിട്ടാണ് ഇറക്കിയത്. PSN ട്രാൻസ്പോർട്ടിലായിരുന്നല്ലോ അച്ഛൻ. എല്ലാ കാര്യങ്ങളും അവരായിട്ട് ചെയ്തു തന്നു. ഇല്ലത്ത് കൊണ്ടുവന്ന് ദഹിപ്പിച്ചു. വല്യുപ്പ നേരത്തെ ബോംബെക്ക് പോയിരുന്നു. കുഞ്ഞുപ്പയ്ക്ക് PSNൽ ക്ലർക്കായി ജോലി കൊടുത്തു. 2 കൊല്ലത്തെ എക്സ്പീരിയൻസും ടൈപ്പും ഷോർട്ട് ഹാൻഡ് പഠിപ്പുമായി കുഞ്ഞുപ്പയും ബോംബെക്ക് കടന്നു. ഞാൻ SSLC കഴിഞ്ഞപ്പോൾ TTCക്ക് പോയി. 18 വയസ്സ് കഴിഞ്ഞ ഉടനെ ജോലി കിട്ടി. അമ്മയ്ക്ക് മക്കൾക്ക് കോളേജ് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്തതിന് വലിയ സങ്കടമായിരുന്നു. ഓപ്പമാർ 2 MA എടുത്തു. 3ാമത്തെ പുത്രൻ നീ. കോളേജിൽ കയറണത് MA-കാരനായി പഠിപ്പിക്കാനും. രുക്മിണി തമ്പാട്ടി പറയും അങ്ങേരുടെ പ്രാർത്ഥനയുടെ ഫലം എന്ന്. അതുണ്ടാവും, നീ കളിയാക്കണ്ട. എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയുടെ പ്രാർത്ഥനയും മുത്തശ്ശിമ്മയുടെ അനുഗ്രഹമാണെന്ന്. രാവിലെ സ്കൂളിൽ ഇറങ്ങുമ്പോൾ നിറയിൽ കൈവച്ചൊരു അനുഗ്രഹിക്കലുണ്ട്, എൻ്റെ കുട്ടിക്ക് നല്ലത് വരണേന്ന്. രാത്രി കിടക്കുമ്പോൾ വേട്ടക്കാരനെയും ഭദ്രകാളിയെയും ഏൽപ്പിക്കും എന്നെ, എൻ്റെ കുട്ടിക്ക് ആപത്ത് വരുത്തല്ലേന്ന്. നമ്മുടെ മഠത്തിലെ വേറൊരു കുട്ടിക്കും ആ അനുഗ്രഹം കിട്ടിയിരുന്നില്ല. തട്ടിയും മുട്ടിയിട്ടാ ശിവരാമേട്ടനും ധനഞ്ജയനും SLC കടന്നത്. രാജേട്ടനും മോഹനേട്ടനും ഉപ്പിലിട്ട് 10ാം ക്ലാസ്സിൽ. സുനിതപ്പോൾ ചെറിയ ക്ലാസ്സിൽ നിന്നേ കുത്തൽ തുടങ്ങി. ഞാൻ 10ൽ പഠിക്കുമ്പോൾ 9ൽ. ചെറിയന്മാരൊക്കെ എന്തായോ ആവോ. ഒന്നും പറയണ്ട എൻ്റെ ദീപു, ഒരെണ്ണവും പഠിച്ചു നന്നായില്ല. എൻ്റെ അച്ഛനെ പട്ടരുടെ വണ്ടി ഓട്ടണ നമ്പൂരിന്ന് പരിഹസിച്ചവരോട് മക്കൾ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ആയി. ശിവരാമപ്പ തമിഴ്നാട്ടിൽ ഹോട്ടലാണത്രേ. സുനിതോപ്പ പഠിച്ച് പാസ്സായില്ലെങ്കിലും ഒരു ദുബായിക്കാരൻ നമ്പിടി സംബന്ധം കഴിച്ചു. തൃശ്ശൂരുണ്ട്, മക്കളൊക്കെ നന്നായി. ഞങ്ങൾ തറവാട്ടിൽ താമസമായി എന്ന് കേട്ട് 1-2 തവണ വന്നിരുന്നു. വല്യമ്മമാരൊക്കെ നല്ലോണം കഷ്ടപ്പെട്ടു ഇത്രേ. 2 പേരും മരിച്ചിട്ട് കൊല്ലങ്ങളായി. ഒരാൾ മായന്നൂരായിരുന്നു, മറ്റാൾ ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഉള്ളിലേക്ക് പോയിട്ടൊരു കുഗ്രാമം, പേര് മറന്നു. അമ്മയും കൊണ്ട് 1-2 തവണ പോയിട്ടുണ്ട്. അമ്മയ്ക്ക് സങ്കടമായിരുന്നു, നിൻ്റെ ഒരു വിവരവും ഇല്ല, മഠത്തിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ആയില്ലോ എന്ന്. ഞാൻ ആരെയും പറ്റി ചിന്തിക്കാറില്ല. അമ്മയും നീയും മാത്രമേ എൻ്റെ മനസ്സിൽ വരാറുള്ളൂ. ഏട്ടന്മാരും രാമഭനും എന്നോട് സ്നേഹയെ കാണിച്ചിട്ടുള്ളൂ, എന്നാലും അത്ര ഓർക്കാറൊന്നുമില്ല. ഏട്ടന്മാർ വലിയ നിലയിലെത്തുമെന്ന് എനിക്കറിയായിരുന്നു. പഠിക്കാൻ മിടുക്കന്മാർ, നല്ല ബുദ്ധിയും പരിശ്രമവും, അച്ഛൻ്റെയും അമ്മയുടെയും സന്മനസ്സും. എടത്തി മേക്കഴിക്കുള്ളൂ, ഞാൻ ഡ്രസ്സ് എടുത്ത് വെക്കാം. ഭദ്ര കുട്ടി, ഞാൻ ഓപ്പമാരെ ഒന്ന് വിളിച്ച് സന്തോഷം അറിയിക്കട്ടെ. നാളെ മഠത്തിലേക്ക് വരാൻ പറയും വേണം. ദേവു ബാഗിൽ നിന്ന് ഫോണെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. പ്രിയമുള്ളവർ, ഫോൺ ചെയ്യട്ടെ അല്ലേ? നമുക്കും അല്പം വിശ്രമിച്ചാലോ? ഇനി നാളെ ആകട്ടെ കേട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ നിർത്തുന്നു. ഇഷ്ടമായെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടോ. വിടാം.